സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സബ് ജോണറാണ് ടൈം ട്രാവൽ. കഴിഞ്ഞ കാലത്തേക്കും മുൻകാലത്തേക്കും സഞ്ചരിക്കാൻ കഴിയുന്ന കഥകൾ പറയുന്ന ഇത്തരം സിനിമകൾക്കും സീരീസുകൾക്കും ലോകത്തെവിടെയും ആരാധകരുണ്ടാകാറുണ്ട്. വീടിനകത്ത് തളയ്ക്കപ്പെട്ട കോവിഡ് കാലത്താണ് ഞാൻ വളരെ ദൈർഘ്യമേറിയ ടൈം ട്രാവൽ സീരീസുകൾ കണ്ടു തീർത്തത്. അക്കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ട 5 ടൈം ട്രാവൽ സീരീസുകളാണ് ഇത്തവണ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡാർക്ക് 2017 നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ച ഒരു ജർമ്മൻ സീരീസ് ആണ് ഡാർക്ക്. ജർമ്മനിയിലെ വിന്റർ എന്ന സാങ്കല്പിക പട്ടണത്തിൽ നടക്കുന്ന 2 കുട്ടികളുടെ തിരോധാനവും തുടർന്ന് ചുരുളഴിയുന്ന 4 കുടുംബങ്ങൾ തമ്മിലുള്ള കിളി പറത്തുന്ന രക്തബന്ധവുമാണ് ഡാർക്ക് പറയുന്നത്. തലമുറകളായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ടൈം ലൂപ്പ് കണ്ടു കഴിയുമ്പോൾ താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന് എന്ന് പപ്പു പറഞ്ഞ ഡയലോഗ് നമുക്ക് എന്തായാലും ഓർമ്മ വരും. ടണൽ 2017 സ്ട്രീമിംഗ് ആരംഭിച്ച ഒരു കൊറിയൻ സീരീസ് ആണ് ടണൽ. 1985 കൊറിയയിൽ നടക്കുന്ന തുടർ കൊലപാതകങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് അന്വേഷണത്തിന്റെ ഒരു സുപ്രധാന ഘട്ടത്തിൽ ഒരു ടണലിലൂടെ കടന്ന് 30 വർഷം മുന്നോട്ട് ടൈം ട്രാവൽ ചെയ്ത് 2016 എത്തിപ്പെടുന്നതും പിന്നീട് മറ്റൊരു ഓഫീസറുമായി ചേർന്ന് ചെറിയ കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ 30 വർഷങ്ങൾക്ക് മുൻപ് അന്വേഷിച്ച് നടന്ന അതേ കൊലയാളി അയാളുടെ കൊലപാതക പരമ്പര വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു സൈക്കോളജി പ്രൊഫസറുമായി ചേർന്ന് നായകൻ കൊലപാതകിയെ കണ്ടെത്താൻ ശ്രമിക്കുന്ന അന്വേഷണമാണ് ടണൽ പറയുന്നത്. ലോസ്റ്റ് 2004 മുതൽ 2019 വരെ ABC-യിലൂടെ സംപ്രേഷണം ചെയ്ത ഒരു അമേരിക്കൻ ടൈം ട്രാവൽ സീരീസ് ആണ് ലോസ്റ്റ്. സിഡ്നിയിൽ നിന്നും ലോസ് ഏഞ്ചൽസിലേക്ക് പറക്കുന്ന ഓഷ്യാനിക് 815 എന്ന വിമാനം യാത്രാമധ്യേ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ തകർന്നു വീഴുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടുന്ന 40 പേർ നടത്തുന്ന അതിജീവനവുമാണ് ലോസ്റ്റ് പറയുന്നത്. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഈ ദ്വീപിൽ ഇവരെ കൂടാതെ മറ്റു പലരുമുണ്ടെന്ന് പിന്നീട് അവർ തിരിച്ചറിയുന്നു. ഒരുപാട് ട്വിസ്റ്റും ടേണും നിറഞ്ഞ ലോസ്റ്റ് ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ള സീരീസുകളിൽ വെച്ച് ബെസ്റ്റും എന്റെ പേഴ്സണൽ ഫേവറേറ്റുമാണ്. ഡ്രാമ, ത്രില്ലർ, സയൻസ് ഫിക്ഷൻ, അഡ്വഞ്ചർ, മിസ്റ്ററി, ഹൊറർ, സൂപ്പർ നാച്ചുറൽ തുടങ്ങിയ പല ജോണറുകൾ ഉൾക്കൊള്ളുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ലോസ്റ്റ്. ഈ സീരീസുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സീരീസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ദി 100 ആണവ യുദ്ധങ്ങളെ തുടർന്ന് വാസയോഗ്യമല്ലാതായിത്തീർന്ന ഭൂമി 100 വർഷങ്ങൾക്ക് ശേഷവും വാസയോഗ്യമാണോ എന്ന് മനസ്സിലാക്കുന്നതിനായി സ്പേസ് സ്റ്റേഷനിൽ അതിജീവിച്ചിരുന്ന സ്കൈ പീപ്പിൾ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ദി 100 പറയുന്നത്. വ്യക്തിപരമായി ഈ സീരീസിലെ 6 സീസണുകൾ മാത്രമാണ് എനിക്കിഷ്ടമായത്. അവസാന 2 സീസണുകൾ ഒട്ടും കൺവിൻസിംഗ് അല്ല എന്ന് തോന്നി. പക്ഷേ വെർത്ത് വാച്ചിങ് തന്നെയാണ്. ദി 100 ഉറപ്പായും ഒരു തിരിച്ചറിവിന്റെ കൂടി കഥയാണ്. ദൈവവും വിശ്വാസവും ആചാരവും സംസ്കാരവും ഐതിഹ്യവും ഒക്കെ എങ്ങനെയാണ് രൂപം കൊണ്ടിട്ടുണ്ടാവുക എന്നുള്ളത് വളരെ വ്യത്യസ്തമായി ദ 100 കാണിച്ചു തരുന്നുണ്ട്. 12 Monkeys 2015 മുതൽ 2018 വരെ സംപ്രേഷണം ചെയ്ത ഒരു ഇംഗ്ലീഷ് ടൈം ട്രാവൽ സീരീസ് ആണ് 12 Monkeys. ഭാവിയിൽ 500 കോടി മനുഷ്യർ ഒരു അണുബാധ കാരണം മരിച്ചു വീഴുന്നു. സമയത്തിലൂടെ സഞ്ചരിച്ച് ഭൂതകാലത്തിലെത്തി വൈറസിന്റെ സോൾസ് നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിജീവിതർക്ക് മുന്നിൽ ആകെയുള്ള വഴി. അതായത് 2035 നിന്നും ടൈം ട്രാവൽ ചെയ്ത് 1996 ഈ വൈറസ് പടരാനുണ്ടായ കാരണം കണ്ടെത്തി അതിനെ തടയുക. കൂട്ടത്തിൽ പുട്ടിന് പീര എന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സസ്പെൻസുകളും മിസ്റ്ററികളും. ഇതാണ് ഒറ്റ വാക്കിൽ 12 Monkeys. എന്റെ ലിസ്റ്റിലുള്ളത് എന്റെ ഇഷ്ടങ്ങളാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ടൈം ട്രാവൽ സീരീസ് ഏതാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടാൻ മറക്കരുത്. വീണ്ടും സിനിമാ വിശേഷങ്ങളുമായി കാണാം. ബൈ.